ഹായ് ഫ്രണ്ട്സ്, ഇതെന്താണെന്നറിയാമോ? ഇതാണ് നുറുക്ക് ഗോതമ്പ്. ഈ ഗോതമ്പിൻ്റെ മാവ് കൊണ്ടാണ് ഇവിടെ ചപ്പാത്തിയും പുട്ടും എല്ലാം ഉണ്ടാക്കുന്നത്. പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു മണമായതിന്, നല്ലൊരു കളറും, മറ്റേ ഗോതമ്പിനേക്കാൾ നല്ലൊരു കളറും നല്ലൊരു മണമാണ്. നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. പെട്ടെന്ന് കഴുകിയെടുക്കണം, വെള്ളത്തിലിട്ടേക്കരുത്. പെട്ടെന്ന് കഴുകി വാരി 2-3 വെള്ളത്തിൽ കഴുകിയാൽ വേണ്ടിയിട്ടാണ്. വെള്ളത്തിലൊന്നും കഴുകണ്ട. പെട്ടെന്നെടുത്ത് നമുക്ക് അരിപ്പ പാത്രത്തിലോട്ടിട്ട് നന്നായിട്ട് വെള്ളം വാർന്നു പോകാനായിട്ട് കുറച്ച് സമയം വെച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെയിലത്ത് കൊണ്ട് ഇട്ട് നല്ല രീതിയിൽ ഉണക്കണം. അതുകൊണ്ട് ഗോതമ്പൊക്കെ കഴുകി വൃത്തിയാക്കി മുകളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങളിത് ടെറസിൻ്റെ മുകളിലാണിട്ട് ഉണക്കാനായിട്ട്. നല്ല വൃത്തിയുള്ളൊരു തുണി നല്ല നീറ്റായിട്ട് വിരിച്ചിട്ട് ഗോതമ്പ് അതിനകത്ത് തട്ടി നന്നായിട്ട് നിരത്തി വൃത്തിയാക്കി നല്ലപോലെ ഇട്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ആരും ചെയ്യുന്നില്ല. ഒന്ന് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇതിന് നല്ല വെയിലുണ്ടെങ്കിൽ ഒറ്റ ദിവസത്തെ വെയിൽ മതി, നന്നായിട്ട് ഉണങ്ങിക്കോളും. വെയിൽ കുറവാണെങ്കിൽ 2 ദിവസത്തെ വെയിൽ വേണം. ഗോതമ്പെല്ലാം നിരത്തി ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ടൊരു നെറ്റും കൂടി വിരിച്ചിടും. വൈകുന്നേരമായി ഗോതമ്പൊക്കെ നന്നായിട്ട് ഉണങ്ങി. എന്നാലും ചെറിയൊരു ഉണക്കും കൂടെ ഉണ്ട്. നാളത്തെ ഒരു ഇച്ചിരി വെയിലും കൂടെ തട്ടിക്കാം. ഗോതമ്പെല്ലാം ഞങ്ങൾ നന്നായിട്ട് വാരിയെടുത്ത് പാത്രത്തിലോട്ട് മാറ്റി വൃത്തിയായിട്ട് അടച്ച് വെക്കണം. പെട്ടെന്ന് ഉറുമ്പ് കയറുന്നതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് അടച്ച് വെക്കാം. ഗോതമ്പ് മുഴുവനും വാരിയിട്ട് പാത്രത്തിലാക്കി. ഇനി ഇത് മില്ലിൽ കൊടുത്ത് പൊടിപ്പിക്കണം. ഇതിൻ്റെ പുട്ടുണ്ടാക്കുന്ന റെസിപ്പി വേണമെങ്കിൽ കമൻ്റ് ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, ബൈ.